അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻ വാലഹ് അമ്മാ ബഅദ്. ബഹുമാന്യരായ സഹോദരന്മാരെ, പരിശുദ്ധ ദീനുൽ ഇസ്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ സ്വഹാബത്തിൻ്റെ മുമ്പാകെയാണ് അവതരിപ്പിച്ചത്. ദീനിൻ്റെ ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 23 വർഷത്തെ ജീവിത കാലഘട്ടത്തിനിടയിൽ സ്വഹാബത്തിന് പൂർണ്ണമായും പറഞ്ഞുകൊടുത്തു, അത് പ്രായോഗികമായി കാണിച്ചു കൊടുത്തു. ആ പ്രവാചകൻ്റെ സ്വഹാബത്ത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇസ്ലാമിൻ്റെ സന്ദേശവുമായി പ്രവാചകനിൽ നിന്ന് പഠിച്ച ആദർശവുമായി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കടന്നു ചെന്നു. അവരിൽ നിന്ന് ദീൻ പഠിച്ചവരാണ് താബിഉകളായ മഹാരഥന്മാർ. അവർ ഇതുപോലെ സ്വഹാബത്തിൽ നിന്ന് ദീൻ പഠിച്ചു. അവരിൽ നിന്ന് തബഅ താബിഈങ്ങൾ ദീൻ പഠിച്ചു. ഈ 3 തലമുറയാണ് ഇസ്ലാമിൽ ഏറ്റവും ഖൈറുള്ള, ഏറ്റവും മഹത്വമുള്ള തലമുറ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇമാം ബുഖാരിയൊക്കെ ഉദ്ധരിച്ച ഹദീസിൽ കാണാം, ഖൈറുന്നാസി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. ഏറ്റവും ഖൈറുള്ളവർ, എൻ്റെ ഉമ്മത്തിൽ ഏറ്റവും ഖൈറുള്ളവർ എൻ്റെ തലമുറയാണ്, അഥവാ പ്രവാചകൻ്റെ സ്വഹാബത്താണ്. അത് കഴിഞ്ഞാൽ പിന്നീട് അതിനടുത്ത് വരുന്ന തലമുറ, അതാണ് താബിഉകൾ. പിന്നീട് അതിനടുത്ത് വരുന്ന തബഅ താബിഈകൾ. ഈ 3 തലമുറയാണ് ദീനിയായിക്കൊണ്ട് മതപരമായി ഏറ്റവും ഖൈറുള്ളവർ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് എല്ലാ ഖൈറുകളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത് പഠിച്ചിട്ടുണ്ട്. പ്രവാചകൻ ദീനിയായിക്കൊണ്ട് എന്തൊക്കെ ഖൈർ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ അതെല്ലാം പ്രവാചകൻ്റെ സ്വഹാബത്ത് പഠിച്ചിട്ടുണ്ട്. ആ സ്വഹാബത്തിൽ നിന്ന് ദീനിയായിക്കൊണ്ട് എന്തെങ്കിലും ഖൈറുള്ള കാര്യങ്ങളെല്ലാം സ്വഹാബികളിൽ നിന്ന് താബിഈകളും പഠിച്ചിട്ടുണ്ട്. അതെല്ലാം തബഅ താബിഈങ്ങളും പഠിച്ചിട്ടുണ്ട്. പ്രവാചകനിൽ നിന്ന് പഠിക്കാത്ത ദീനിയായ ഒരു ഖൈർ സ്വഹാബത്ത് ചെയ്തിട്ടില്ല, അറിഞ്ഞിട്ടില്ല, കണ്ടിട്ടില്ല. പ്രവാചകൻ്റെ സ്വഹാബത്തിൽ നിന്ന് പഠിച്ചു മനസ്സിലാക്കാത്തൊരു ഖൈർ, ദീനിയായ ഒരു ഖൈർ താബിഈങ്ങളോ തബഅ താബിഈങ്ങളോ കേട്ടിട്ടില്ല. അപ്പോൾ ഇന്ന് നമ്മുടെ നാട്ടിൽ കൊണ്ടാടപ്പെടുന്ന, അല്ലെങ്കിൽ വലിയ പോലിഷിയായി പറയപ്പെടുന്ന നബിദിനാഘോഷം ഈ ആദ്യ നൂറ്റാണ്ടുകളിൽ ഇല്ല എന്നുള്ളത് വളരെ തെളിഞ്ഞ ഒരു വാസ്തവമാണ്. ഹദസ ബഅദൽ ഖുറൂനി സലാസ, 3 നൂറ്റാണ്ടുകൾക്ക് ശേഷം പുതുതായിക്കൊണ്ട് ഉണ്ടായ ഒരു ആഘോഷമാണ് നബിദിനാഘോഷമെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് പറയുന്ന ആളുകളും അത് 3 നൂറ്റാണ്ടിലില്ല, അത് കഴിഞ്ഞതിന് ശേഷം വന്നതാണ് എന്നൊക്കെ സാധാരണയായിക്കൊണ്ട് പറയാറുണ്ട്. അപ്പോൾ ഈ 3 നൂറ്റാണ്ടിൽ ഇല്ല എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ലക്ഷക്കണക്കിന് സ്വഹാബത്ത് ഈ നൂറ്റാണ്ടിലാണ് ജീവിച്ചത്. ആ ലക്ഷക്കണക്കിന് സ്വഹാബത്തിൽ നിന്ന് ലക്ഷക്കണക്കിന് താബിഉകൾ, അതേപോലെ തന്നെ തബഅ താബിഈങ്ങൾ, ഇവർക്കൊന്നും നബിദിനാഘോഷമെന്ന് പറയുന്ന ഈ ഒരു ആചാരം, ഈ ഒരു സമ്പ്രദായം, ഈ ഒരു അനാചാരം അവർക്ക് പരിചയമില്ല എന്ന് വരുമ്പോൾ, ഈ 3 നൂറ്റാണ്ടിൽ ഒരിക്കൽ പോലും ഒരു റബീഉൽ അവ്വൽ പോലും ആരും നബിദിനാഘോഷം ആഘോഷിച്ചിട്ടില്ല എന്ന് വരുമ്പോൾ, അത് പിന്നെ ഇസ്ലാമിൻ്റെ അക്കൗണ്ടിലേക്ക് എങ്ങനെയാണ് കടന്നു വരിക എന്നുള്ളത് നാം ഓരോരുത്തരും സ്വന്തമായി ഇരുന്ന് ആലോചിച്ച് കണ്ടെത്തേണ്ട ഒരു കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ ഖൈറുകളും പഠിപ്പിച്ചു എന്ന് നാം ഉറച്ചു വിശ്വസിക്കണം. പ്രവാചകൻ്റെ സ്വഹാബത്ത് പ്രവാചകൻ്റെ നിർദ്ദേശം ഒന്നുപോലും അവഗണിച്ചിട്ടില്ല എന്ന് നാം തീർച്ചയായിക്കൊണ്ടും അറിയുന്നു, വിശ്വസിക്കുന്നു. പ്രവാചകൻ്റെ താബിഈകളൊന്നും ദീനിയായിക്കൊണ്ടുള്ള കാര്യങ്ങൾ മറച്ചു വെക്കുകയോ അല്ലെങ്കിൽ അറിഞ്ഞത് അവർ അവഗണിക്കുകയോ ചെയ്തിട്ടില്ല എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. എന്നിരിക്കെ ഈ 3 നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തിലോ ഏതെങ്കിലും സ്വഹാബത്തിൻ്റെ ചര്യയിലോ ഏതെങ്കിലും പണ്ഡിതന്മാരുടെ രചനകളോ ഒന്നും നമ്മൾ ഈ ഒരു അനാചാരം കാണുന്നില്ലെങ്കിൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, ഇത് പിന്നീട് വന്ന പുത്തനാചാരം. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറയാറുള്ളത്, വകുല്ലു ഖൈരിൻ ഫി ഇത്തിബാഇ മൻ സലഫ്. എല്ലാ ഖൈറും നിലകൊള്ളുന്നത് നമ്മുടെ മുൻഗാമികളായ ആളുകളെ പിൻപറ്റുന്നതിലാണ്. വകുല്ലു ശർരിൻ ഫി ഇബ്തിദാഇ മൻ ഖലഫ്. എല്ലാ ഷർറുകളും നിലകൊള്ളുന്നത് പിൽക്കാലക്കാരായ ആളുകളുടെ ബിദ്അത്തിലാണ്. അതുകൊണ്ട് ഈ ബിദ്അത്തിനെ നമ്മൾ മനസ്സിലാക്കുക, വർജിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ.